സോഫ്റ്റ്വെയറിലെ ആദ്യമായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്യണം. അതിൽ സെറ്റിംഗ്സിൽ പോയിട്ട് കോൺഫിഗറേഷൻ എടുക്കാം. കോൺഫിഗറേഷനിൽ ബിസിനസ് മാനേജർ ഇവിടെ കാണാം. ഇതില് എവിടെ ഈ ഏരിയയിലാണ് കറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. ഇപ്പൊ കമ്പനിയുടെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഹെഡർ ഒക്കെ കൊടുക്കും. അതുപോലെ അഡ്രസ് കാര്യങ്ങളെല്ലാം അവിടെ ഫില്ല് ചെയ്യാൻ പറ്റും. എന്നാലും അത്ര ഇൻവോയ്സിലും മറ്റുള്ള വിൻഡോസിലൊക്കെ ഈ പേര് കമ്പനിയുടെ പേര് വരും. പിന്നെയുള്ള അടുത്തത് ഈ സെറ്റിംഗ്സ് ആണ്. മൊത്തം സെറ്റിംഗ്സ് ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞുതരാം. സെറ്റിംഗ്സിൽ ഇപ്പൊ നിങ്ങൾ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എത്ര ദിവസമായിട്ടുള്ള ക്രെഡിറ്റ് ലിമിറ്റ് കൊടുക്കണമെന്നുള്ളതാണ്. ഞാൻ ഒരു ആഴ്ച ഡ്യൂ തന്നെ ഓവർ ഡ്യൂ എത്രയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. 7 days ഡിഫോൾട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. മാറ്റം വരുത്താൻ മാറ്റം വരുത്താം. അതേപോലെ നോട്ട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട്. പിന്നെ ഇതൊക്കെ ദറംസും ഫീസും ഇവിടെ ഫില്ല് ചെയ്യണം. ഡിമോട്ട് അല്ലെങ്കിൽ ദറംസ് ആയിട്ട് എഴുതി വരില്ല അവിടെ. ആ, പിന്നെ അതുപോലെ ഫോർമാറ്റുകളാണ്. പിന്നെ കറൻസി ദറംസ് തന്നെ യു ഐ ആണെങ്കിൽ കറൻസി ദറംസ് തന്നെ സെലക്ട് ചെയ്യണം. ഇതാണ് സൈൻ വല്ല എവിടെയാണുള്ളത്. പിന്നെ കമ്പനി ലോഗോ ഇവിടെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. സെലക്ട് പിക്ചർ എടുത്തിട്ട് സിസ്റ്റത്തിന് ആ ലോഗോ ഇതിലോട്ട് അപ്ലോഡ് ചെയ്യാം. ലോഗോ സൈസ് ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഇൻവോയ്സിൽ അവിടെ വലുത് സെന്ററിലാണോ ഇതിലാണോ ലെഫ്റ്റിൽ നിന്നും ചെയ്യണമെങ്കിൽ ബെസ്റ്റ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സെയിൽസ് ഡോക്യുമെന്റ് സെറ്റിംഗ്സ് ആണ്. സെയിൽസ് ഡോക്യുമെന്റ് ഇൻവോയ്സ്, അതിൽ കമ്പനി ഡീറ്റെയിൽസ് ഉണ്ടാവും. പേയ്മെന്റ് ടൈംസ് എന്തൊക്കെ ഇൻവോയ്സ് ഡിസ്പ്ലേ വേണമെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. കമ്പനി ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമ്പനി ഡീറ്റെയിൽസ് പിക്ക് ചെയ്താൽ അത് മാത്രം ഡിസ്പ്ലേ ചെയ്യും. അതുപോലെ പേയ്മെന്റ് ടൈംസ് ഇതൊക്കെ ഇവിടെ ഈ ഓപ്ഷനിൽ ഇവിടെ മെസ്സേജ് നമുക്ക് ഇത് ചെയ്തിടാൻ പറ്റും. അപ്പോൾ കണ്ടോ ഇവിടെ ടൈംസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അതുപോലെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടായി വരും. അതേപോലെ കസ്റ്റമറുടെ ടാക്സ് നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നെങ്കിൽ ടിക്കറ്റ് കഴിഞ്ഞാൽ അതും കസ്റ്റമറുടെ ഡാറ്റ ആഡ് ചെയ്യുന്ന സമയത്ത് ഉള്ള ടാക്സ് നമ്പർ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. കസ്റ്റമർ നമ്പർ അതുപോലെ തന്നെ പർച്ചേസ് ഓർഡർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ടാക്സ് കോളം വേണമെങ്കിൽ ഇൻവോയ്സ് ടാക്സ് കോളം വേണമെങ്കിൽ ഒരു ടിക്കറ്റ് കൊടുത്ത് അതും വരും. ഇതേപോലെ ക്വാണ്ടിറ്റി കാര്യങ്ങൾ എല്ലാം പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം വരും. പിന്നെ കൊട്ടേഷനിലും ഇതേപോലെ തന്നെ സെയിം സെറ്റിംഗ്സ് ആണ്. അതിന് ഇവിടെ നമുക്ക് കൊട്ടേഷനുള്ള ഹെഡർ മാറ്റാം. ഇപ്പൊ കൊട്ടേഷന്റെ ഹെഡിങ് ഫോർ എക്സാമ്പിൾ സെയിൽസ് ഇൻവോയ്സിന്റെ അവിടെ ഇൻവോയ്സ് മാത്രം വന്നത് നമുക്ക് അവിടെ ടാക്സ് ഇൻവോയ്സ് എന്നാണ് വന്നെങ്കിൽ ടാക്സ് ഇൻവോയ്സ് എന്നുള്ളത് അടിച്ചു കൊടുക്കാം. ടാക്സ് ഇൻവോയ്സിനായിരിക്കും ഇത് വന്നത് സേവ് കൊടുക്കാം. സെറ്റിംഗ്സ് എല്ലാം ഓൺ ചെയ്ത് ടാക്സ് ഇൻവോയ്സ് ആയിക്കൂടി ഇനിയോട് വന്നു. അതുപോലെ കൊട്ടേഷന്റെ പേരിലും മാറ്റം വരാം. ഇപ്പൊ കൊട്ടേഷൻ ചെയ്തവർ പറഞ്ഞത് എസ്റ്റിമേറ്റ് ആയിക്കോളാം. എസ്റ്റിമേറ്റ് എന്നുള്ള പേര് കൊടുക്കാം. ഡിസ്കൗണ്ട് കാര്യങ്ങൾ പർച്ചേസ് ഇത് പർച്ചേസ് ഇൻവോയ്സിന്റെ ഡീറ്റെയിൽസ് അതേപോലെ തന്നെ. പിന്നെ ടെക്സ്റ്റിൽ വന്നാൽ പ്രിന്റ് വന്ന ആ ഭാഗങ്ങളുള്ള എല്ലാ ഇതിനും ഇപ്പോൾ ടാക്സിനായി ഉപയോഗിക്കണം. വാറ്റിനുള്ള നമുക്ക് മാറ്റാം. അതേപോലെ എന്ത് പേരും അവിടെ ചേഞ്ച് ചെയ്തിട്ടാണ്. പിന്നെ പേജ് ലേഔട്ട് A4 വേണോ A5 വേണോ അതല്ലെങ്കിൽ തെർമൽ പ്രിന്റർ ആണെന്നുണ്ടെങ്കിൽ തെർമൽ കൊടുക്കാൻ പറ്റും. തെർമൽ വേണമെങ്കിൽ ഇവിടെ ടിക്കറ്റ് കൊടുക്കണം. ഇപ്പൊ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തെർമലിലോട്ട് മാറാൻ പറ്റും. പിന്നെ ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഏതൊക്കെ ബാങ്ക് ഉണ്ടോ അതൊക്കെ ഇതായിട്ട് നോക്കാൻ പറ്റും. പിന്നെ പേയ്മെന്റ് ഏതൊക്കെ രീതിയിലുള്ള റിസീവ് ആവണോ, ക്യാഷ് ഉണ്ടോ, ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ടോ, പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി കാർഡ് ഡീഫോൾട്ട് ആയിട്ടുള്ള സെലക്ട് ചെയ്യാം. നമുക്ക് മൂന്ന് എപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റും. ഡീഫോൾട്ട് ആയിട്ടുള്ളത് ഇതായിരിക്കും. ടാക്സ് റേറ്റ് 5% നോ ടാക്സ് ആണ് ആഡ് ചെയ്യുന്നത്. ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇത് ഞാൻ റിമൂവ് ചെയ്തോളാം. സെലക്ട് ചെയ്ത് ഞാൻ റിമൂവ് ചെയ്തോളാൻ പറ്റും. പിന്നെ എനേബിൾ സ്റ്റോക്ക് കൺട്രോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് കൺട്രോൾ ചെയ്തിട്ട് എപ്പോഴും ഒരു ഐറ്റം ആഡ് ചെയ്യുമ്പോൾ തന്നെ സ്റ്റോക്ക് കൺട്രോൾഡ് ആയിരിക്കും. ഐറ്റം കുറവ് വന്നു കഴിഞ്ഞാൽ സിസ്റ്റം കാണിക്കും സ്റ്റോക്ക് കുറവാണ് ഈ സെല് ചെയ്യാൻ പറ്റില്ല എന്നുള്ള നോട്ടിഫിക്കേഷൻ വരും. അല്ലാണ്ട് ഇവിടെ എലോ നെഗറ്റീവ് ഇൻവെർട്ടറിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിൽ താഴെ പോകും. നമുക്ക് സ്റ്റോക്ക് ഒന്നും പർച്ചേസ് ഒന്നും ചെയ്യാൻ ജസ്റ്റ് സെയിൽ മാത്രം ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവില് പോയിക്കോളും. പിന്നെ പ്രൊഡക്റ്റ് കോഡ് ഡ്യൂപ്ലിക്കേറ്റ് തന്നെ ബാർകോഡ് സ്കാനിങ് വർക്ക് ചെയ്യണമെങ്കിൽ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ സെയിൽ സെക്ഷനിൽ ബാർകോഡ് സ്കാനിങ് വർക്ക് ആവുന്നത്. അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് പിന്നെ പാക്കിങ് ഇതൊക്കെ ഒരു ആവശ്യങ്ങളായിട്ട് കാര്യങ്ങൾക്ക് എടുക്കാം. നല്ല സെറ്റിങ്സ് ഉള്ളത്. ഇനി നമ്മൾ ഫസ്റ്റ് ഓഫ് ആള് ആദ്യം തന്നെ ആഡ് ചെയ്യുന്നത് കാറ്റഗറി ആണ് പ്രൊഡക്റ്റിൽ. അതിപ്പോ ന്യൂ കാറ്റഗറി സെലക്ട് ചെയ്തിട്ട് ന്യൂ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഇങ്ങനെയൊക്കെ കാണിക്കും നെയിം ഷോർട്ട് പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റ് എന്നുള്ളത് നമുക്ക് സെല് ചെയ്യണ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്ന കാറ്റഗറിയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോ ബിസ്ക്കറ്റ്സ് പോയിട്ടുള്ള കാറ്റഗറിയാണ് ബിസ്ക്കറ്റ്സ് ക്രിയേറ്റ് ചെയ്യും. ഷോർട്ട് എന്ന് പറഞ്ഞാൽ ബിസ്മോൾ മാത്രം കൊടുത്തത് പ്രൊഡക്റ്റ് ആണ് ഞാൻ അവിടെ സെലക്ട് ചെയ്യുന്നത്. സേവ് കൊടുത്തു. ന്യൂ കൊടുത്തിട്ട് അടുത്ത ന്യൂ പ്രൊഡക്റ്റ് ഇത് ഞാൻ ഫോർ ചാർജേഴ്സ് കൊടുത്തിട്ട്
CH6 കൊടുത്ത് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് സേവ് കൊടുത്തു. ഇനി എനിക്ക് റേറ്റ് കസ്റ്റമർ കാറ്റഗറി ഉണ്ട്. ഫോർ എക്സാമ്പിൾ എനിക്ക് വേണ്ട സ്ഥിരമായിട്ട് വന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ഒരു ബിൽഡിങ്ങിലുള്ളതാണെങ്കിൽ ആ D1 ബിൽഡിങ്ങിലുള്ള കസ്റ്റമേഴ്സ് ആണ് D1 ആണ് കൊടുക്കുന്നത് കസ്റ്റമർ. അല്ലെങ്കിൽ ഏതൊരു കമ്പനിയിൽ നിന്ന് കസ്റ്റമർ എന്തെങ്കിലും ഗ്രൂപ്പ് ചെയ്തിട്ട് എനിക്ക് കൊടുക്കേണ്ട കസ്റ്റമറാണ് ഞാൻ കസ്റ്റമർക്ക് വെയിറ്റ് ചെയ്യാം. ഒരു കമ്പനിയിൽ നിന്നാണ് വന്നതെങ്കിൽ ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്പനിയിൽ നിന്നാണ് എനിക്ക് കസ്റ്റമേഴ്സ് കിട്ടുകയാണെങ്കിൽ EX1 കൊടുത്തിട്ട് കസ്റ്റമർ സെലക്ട് ചെയ്ത് സേവ് കൊടുത്തു. അപ്പൊ കസ്റ്റമൈസ് ക്രിയേറ്റ് ചെയ്യും. ഇനി എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇലക്ട്രിസിറ്റി എന്നുള്ളത് ഞാൻ കൊടുത്തു എക്സ്പെൻസ് സെറ്റ് ചെയ്ത് അവിടെ ചെയ്തു. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ലേബർ കൊടുത്ത് ലേബർ എക്സ്പെൻസ് സേവ് ചെയ്തു. അതുപോലെ എക്സ്പെൻസുകൾ നമുക്ക് കാറ്റഗറി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാറ്റഗറിയിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് കൊടുത്തെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇനി രണ്ടാമതായിട്ട് ചെയ്യുന്നത് പ്രൊഡക്ട്സ് ആണ്. പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. പ്രൊഡക്ട്സിൽ ന്യൂ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. ഇതേപോലെയായിരിക്കും വന്നത് വീണ്ടും. ഇതില് ഇപ്പൊ ഞാൻ ഇൻവെന്ററി ട്രാക്ക് ചെയ്യണ്ടെന്ന് ഓർഡറാണ് ഇങ്ങനെ ഉള്ള മെനു ഉണ്ടായിരുന്നു. ഇപ്പൊ ഇൻവെന്ററി ട്രാക്ക് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇടുന്നത്. ഇപ്പൊ ഞാൻ സെറ്റിംഗ്സിൽ പോയി ഇൻവെന്ററി എനേബിൾ സ്റ്റോക്ക് കൺട്രോൾ എനേബിൾ ചെയ്തിട്ട് സേവ് കൊടുത്തു. എന്നിട്ട് ഞാൻ പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ന്യൂ എടുക്കുകയാണെങ്കിൽ കണ്ടോ കുറച്ചും കൂടി വലിയൊരു ഇതായി വന്നത്. ഞാൻ ഇൻവെന്ററി കൺട്രോളിനുള്ള സെക്ഷനിൽ എനേബിൾ ആയിട്ടുണ്ടാവും. ഞാൻ ഒരു ഫോണ്ട് ധരിക്കുന്നു MI11 Pro. ഞാൻ ഫോൺ എടുക്കുന്നു. വിഷൻ എന്തായാലും എടുക്കാം 2.5 GB. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അടിക്കാം. എന്നിട്ട് ഇവിടെ കോഡ് എന്നുള്ള സ്ഥലത്ത് അതിന്റെ IMEI നമ്പർ കോഡ് എന്താണെന്ന് വെച്ചാൽ അടിക്കാം. കോഡ് കഴിഞ്ഞിട്ട് കാറ്റഗറി ഞാൻ പോലെ ഐഫോൺ എന്നുള്ള സെറ്റ് ചെയ്തു. വേറെ കാറ്റഗറി ഇല്ലാത്ത സെറ്റ് ചെയ്തു. പ്രൊഡക്റ്റ് എടുത്ത് സെയിലായിട്ടുള്ള ഐറ്റം സെയിൽസിന് വേണ്ടിയുള്ള ഐറ്റം പർച്ചേസ് ഐറ്റം എന്നുള്ള സെറ്റ് ചെയ്തു. ഇനി യൂണിറ്റ് ഓഫ് മെഷർ 1 പീസ് ആയിട്ട് സെറ്റ് ചെയ്തു. ബാച്ച് നമ്പർ അതിന്റെ ഇതായിട്ടുള്ള നമ്പറാണ്. ഗ്രൂപ്പിൽ വന്നേക്കണം. ഫസ്റ്റ് ബാച്ച് സെക്കൻഡ് ബാച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവും. തേർഡ് ബാച്ച് നോക്കി കൊടുത്തു. എക്സ്പയറി നമുക്കൊന്നും ഇല്ല നമുക്ക് കൊടുക്കില്ല. കൺട്രോൾ ദിസ് ഐറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐറ്റം ഒരെണ്ണേ വിൽക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ എത്ര നമ്മളിപ്പോൾ സ്റ്റോക്ക് കൊടുക്കണം അത്രേ പോകുള്ളൂ. ഒരു സ്റ്റോക്കാണ് അവിടെ കൊടുക്കണമെങ്കിൽ ഒരു സ്റ്റോക്ക്. അപ്പൊ കൺട്രോൾ ഇത് കൊടുത്തിട്ട് ആഡ് ഇൻവെർട്ടർ ചെയ്തിട്ട് എത്ര സ്റ്റോക്ക് ഉള്ളത് ആഡ് ചെയ്യാം. ഒന്നാണെങ്കിൽ ഒന്ന് ഇല്ലെങ്കിൽ അൾട്ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ കൺട്രോളിൽ പോകില്ല. ഇനി നമുക്ക് സപ്ലയർ ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. സപ്ലയർ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന കാണിച്ചില്ല. കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ സപ്ലൈ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സപ്ലയർ സെലക്ട് ചെയ്യാം. സപ്ലയറിന്റെ കോസ്റ്റ് എത്ര വരാമെന്നുള്ളത് ഇവിടെ അടിച്ചു കൊടുക്കാൻ പറ്റും. നമുക്ക് 1000 ദിവസം സപ്ലയറിന് വരുന്നത്. നമുക്ക് നമ്മൾ വിൽക്കണം 1200 1200 കൊടുക്കാം. ഇൻക്ലൂഡിങ് ടാക്സ് അടക്കം വരും. 5% വാറ്റ് എന്നുള്ള ഓട്ടോമാറ്റിക് സെലക്ട് ചെയ്യണം. കളർ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യണം. സേവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഐറ്റം ഇവിടെ ക്രിയേറ്റ് ആവും. സ്റ്റോക്ക് ഇപ്പോൾ 1 ആയിട്ട് ഇവിടെ കാണിക്കുകയും ചെയ്യും. അത് നമ്മൾ എപ്പോൾ പ്രൊഡക്റ്റ് പോയാലും ഇവിടെ എല്ലാ സ്റ്റോക്കും ഇവിടെ കാണാൻ പറ്റും. ഇതുപോലെ അല്ലെങ്കിൽ ന്യൂ ഇൻവോയ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെല് ചെയ്യാൻ ആരംഭിക്കും. അല്ലെങ്കിൽ സെയിൽസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെയ്ത എല്ലാ ഇൻവോയ്സുകളും ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ ഇൻവോയ്സ് ഇവിടെ ഉണ്ട്. ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വരും. ഇതിപ്പോൾ കസ്റ്റമർ പുതിയതായിട്ട് കസ്റ്റമർ ക്രിയേറ്റ് ആണെങ്കിൽ ഈ സെയിൽസിന്റെ ന്യൂ ഇൻവോയ്സ് കൊടുത്തിട്ട് സെയിൽസിന്റെ ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇവിടെ പ്ലസ് ബട്ടൺ ഉണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ കസ്റ്റമറിന്റെ പേര് കൂടി ചോദിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിസാം ഒരാൾ ക്രിയേറ്റ് ചെയ്തു. അത് ടാക്സ് നമ്പർ ഉണ്ടെങ്കിൽ ടാക്സ് നമ്പർ കൊടുക്കാം. ഇത് നേരത്തെ ക്രിയേറ്റ് കാറ്റഗറി ഇപ്പോൾ അയാളെ ഇതിലാണെങ്കിൽ കൊടുക്കാം. ബാക്കി അഡ്രസ്സുകളൊക്കെ കൊടുക്കാം. അയാളെ ID കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഇതുപോലെ നോട്ടില്ല. എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കയറ്റാം. അത് ഷിപ്പ് ചെയ്ത് അയക്കണമെങ്കിൽ ഇവിടെ അഡ്രസ്സ് അടിച്ചു കയറ്റാം. അപ്പോൾ ഇൻവോയ്സ് നമുക്ക് ഷിപ്പ് ചെയ്യണ പോലെ ചെയ്തിട്ട് വേണം പ്രിന്റ് ചെയ്ത് അയക്കുകയൊക്കെ ചെയ്യാം. അത് നേരെ ഇതുപോലെ സേവ് കൊടുക്കാം. അതുപോലെ നമ്പർ ഡീറ്റെയിൽസ് കൂടെ വരും. ഇത് ബാർകോഡ് എടുത്തിട്ട് ഇവിടെ IMEI നമ്പർ ഉണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്യാം.
എന്നിട്ട് നേരത്തെ ആഡ് ചെയ്ത് സ്കാൻ ചെയ്ത് പോകുന്നു. MI11 Pro അത് ഇവിടെ വന്നേക്കണത് ടാക്സ് 60 ഇത് എന്താ 1260 രൂപ കറക്റ്റ് ടോട്ടൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ റെഡി കാണിക്കുന്നതിന്റെ അർത്ഥം നോക്കുന്നുണ്ടെങ്കിൽ ബാലൻസ് പേ ചെയ്യാൻ ഇത്ര ഉണ്ട്. പ്രീവിയസ് ബാലൻസ് ഒന്നുമില്ല അയാളുടെ പേരിൽ. ഈ പറഞ്ഞ ന്യൂ കസ്റ്റമർ നിസാമിന്റെ പേരിൽ ഒരു പ്രീവിയസ് ബാലൻസ് ഇല്ല. അയാൾ പേ ചെയ്യാൻ 1200 ഉണ്ട്. ഇപ്പോൾ കറന്റ് ഫുൾ പേയ്മെന്റ് എടുത്തല്ലെങ്കിൽ നമ്മൾ ഈ പേയ്മെന്റ്സ് ഈ ടാബ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ചെന്നിട്ട് ഇവിടെ നമ്മൾ എമൗണ്ട് ആഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ ഫുൾ പേ എന്നൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ പേ ഓട്ടോമാറ്റിക് ആഡ് ആയിട്ടുണ്ടാവും. ഇപ്പൊ കണ്ടത് ഗ്രീൻ ആയി, അത് ഫുൾ പേയ്മെന്റ് അയാൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അയാൾ കുറച്ച് കാശ് ഇപ്പൊ തന്നെ ഉള്ളൂ, ബാക്കി പിന്നെ തരണമെങ്കിൽ പോയിട്ട് ഇതൊക്കെ ഡിലീറ്റ് ചെയ്യണം. ഇപ്പൊ ചെയ്ത പേയ്മെന്റ്സ് ഒക്കെ ഡിലീറ്റ് ആവുന്നത് ഇതേ പെൻഡിങ് വരും. എന്നിട്ട് ഇതിൽ എത്രയാണ് അയാൾ പേ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ആ എമൗണ്ട് മാത്രം അടിച്ചു കൊടുക്കും. ഇതൊരു 1000 രൂപ ഇപ്പൊ തന്നെ ഉള്ളൂ എന്തെടുക്കും. അപ്പൊ 260 രൂപ പെൻഡിങ് ഉണ്ട്. എന്നിട്ട് സേവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സേവ് ആവും. അപ്പൊ തന്നെ പ്രിന്റിന്റെ ഒരു പോക്കപ്പ് വരും. അതിൽ ഏത് ടെംപ്ലേറ്റ് ആണ് സെലക്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ടെംപ്ലേറ്റ് ഫോറാണ് സെലക്ട് ചെയ്തത്. ഫ്രീ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരും കമ്പനിയുടെ ലോഗോ നേരത്തെ ആഡ് ചെയ്തത്, അഡ്രസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. ടാക്സ് ഇൻവോയ്സ്, നിസാമ്, ഇൻവോയ്സ് നമ്പറൊക്കെ സെറ്റിംഗ്സിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ആഡ് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഫോൺ ഏതാണ് അതിന്റെ ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഇവിടെ അടിച്ചു വരും. ക്വാണ്ടിറ്റി, പ്രൈസ്, ഇത് വാറ്റ് 5% ഇത്ര വന്നിട്ടുണ്ട്, ടോട്ടൽ ഇത്, ചാർജ് എങ്ങനെ വന്നിട്ടുണ്ട്, കാര്യങ്ങളും ഇതുപോലെ ഉണ്ടായി. ഇൻവോയ്സ് ഞാൻ A4 രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് പ്രിന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രിന്റ് കിട്ടും. ഇവിടെ പ്രിന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പേന പ്രിന്റർ അവിടെ ഉള്ളത് അതനുസരിച്ച് പ്രിന്റ് ആയിരിക്കും. പ്രിന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രിന്റിലോട്ട് പോയിക്കോളും. പ്രിന്റർ ഓൺ ആക്കിയിട്ട് വന്നുള്ളൂ. അതുപോലെ സേവ് PDF കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് PDF ആയിട്ടും സിസ്റ്റത്തിലോട്ട് സേവ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ ഡയറക്റ്റ് പ്രിന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രിന്റ് ചെയ്യാം. PDF ആയിട്ട് സേവ് ചെയ്യാമെന്ന് ചോദിക്കാം, എന്നിട്ടാണ് പ്രിന്റ് കൊടുക്കുന്നത്. അതൊന്നും വേണ്ട, പ്രിവ്യൂ അടിച്ചിട്ട് ഇവിടെ പ്രിന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ പ്രിന്റിലോട്ട് പോയിക്കോളും. അതേപോലെ തന്നെ ന്യൂ കൊട്ടേഷൻ അടിക്കണമെങ്കിൽ ഇവിടെ കൊട്ടേഷൻ ക്ലിക്ക് ചെയ്യുക. സെയിം രീതി തന്നെ കസ്റ്റമറെ സെലക്ട് ചെയ്യുക, ബാർകോഡ് സ്കാൻ ചെയ്യുക. ബാർകോഡ് സ്കാൻ ചെയ്യാൻ ഇപ്പൊ പറ്റിയില്ലെങ്കിൽ ആഡ് ഐറ്റം എന്നുള്ള ബട്ടൺ നിൽക്കുക. അപ്പൊ എല്ലാ ഐറ്റംസുകളും ആഡ് ചെയ്തിട്ടുള്ള ഐറ്റംസ് കിട്ടും. അതിൽ ഏത് ഐറ്റം ആണോ നോക്കിയിട്ട് ഇവിടെ സെർച്ച് ചെയ്ത് അടിച്ചാൽ മതി. ഇപ്പൊ MIയുടെ എന്തെങ്കിലും സാധനം MI മാത്രം അടിച്ചു കഴിഞ്ഞാൽ MIയുടെ എല്ലാം ലിസ്റ്റ് ആയി. അല്ലെങ്കിൽ ഇപ്പൊ കേബിൾ മാത്രമാണ്, കേബിൾ ചേർക്കേണ്ടി വരും. കേബിൾ മാത്രം അടിച്ചു കഴിഞ്ഞാൽ അത് സെലക്ട് ആയി. സെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ആവും. എത്ര ക്വാണ്ടിറ്റി വേണമെന്നുള്ളതാണ്. 2 ക്വാണ്ടിറ്റി വേണമെങ്കിൽ 2 ക്വാണ്ടിറ്റി. പ്രൈസ് ഒരെണ്ണം നമ്മൾ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഒരു പ്രൈസ് ഒക്കെ കാണിക്കുന്നത്. 4 പ്രൈസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൈസ് ഉണ്ടാവും. ടാക്സ് പേപ്പർസ് തന്നെ ആഡ് ആയിക്കോളും. പേയ്മെന്റിൽ പോയിട്ട് വേണമെങ്കിൽ പാർഷ്യൽ ആയിട്ടോ പേയ്മെന്റ് ഞാൻ ഫുൾ പേ കൊടുത്തിട്ടത് ചെയ്യാം, സേവ് കൊടുക്കാം. അതാണ് പ്രിന്റ് ഉണ്ട്. പെയ്ഡ് ആയിട്ടുള്ള എമൗണ്ട് ടോട്ടൽ ഡ്യൂ ആണ് 0 കാണിക്കുക, പെയ്ഡ് ആണ് ഫുള്ള് ബില്ല്.